ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ വെളിയിൽ മറുത്ത് നിൽക്കുകയാണ്. തൂണും ചാരി വിഷ്ണു നിൽക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിൻ്റെ മനസ്സിൽ ആൻ്റപ്പൻ വന്ന് സത്യഭാമയെ വെല്ലുവിളിച്ചതും പിന്നീട് തന്നെ ഇങ്ങനെ നോക്കി പുച്ഛഭാവത്തിൽ പോയതുമൊക്കെയാണ് മനസ്സിലിങ്ങനെ ഓടുന്നത്. ഈ സമയത്ത് പിള്ള വരുന്നുണ്ട്. അന്നേരം ആ പിള്ള ചേട്ടാന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ചിരിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കുഞ്ഞിനോട് ഇത് ഞാൻ പറഞ്ഞു എന്ന് സത്യാമ്മ അറിയാൻ പാടില്ല. പക്ഷേ കുഞ്ഞിനോട് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞ് സത്യഭാമയുടെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പിള്ള പിന്നെ വിഷ്ണുവിനോട് പറയുകയാണ്. മീൻ മാർക്കറ്റിലും എല്ലായിടത്തുമൊക്കെ പലിശയായിട്ടും പണമായിട്ടും മുതലായിട്ടും ഒക്കെ ലക്ഷങ്ങൾ കിട്ടാനുണ്ട്. ഡെന്നി എന്ന് പറയുന്ന ഒരുത്തനെയാണ് പിരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അവൻ മുക്കുന്നതാണോ ആളുകൾ കൊടുക്കാത്തതാണോ ഒന്നും അറിയില്ല. പിന്നെ നാട്ടുകാരെല്ലാം അടക്കം പറയുന്നുണ്ട്, കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ അവൻ സത്യാമ്മയേക്കാൾ മികച്ച ഒരു പലിശക്കാരനായി മാറുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ആളുകൾക്കൊന്നും സത്യാമ്മയെ ഒരു പേടിയും ഇല്ല. കുനിഞ്ഞു നിന്ന് പണം വാങ്ങിക്കൊണ്ട് പോയ എല്ലാവരും പണം തിരികെ ചോദിക്കുമ്പോൾ സത്യാമ്മയുടെ മുഖത്ത് നോക്കി ആട്ടുകയാണ്. സത്യാമ്മ പൊളിഞ്ഞു നിൽക്കുകയാണ് എന്ന് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. ആർക്കും ഒരു പേടിയുമില്ല. പിന്നെ സത്യാമ്മയാണെങ്കിൽ പണം മറിക്കാനായിട്ട് തോട്ടങ്ങൾ വാങ്ങി വിൽക്കുന്ന ഒരു ഏർപ്പാടുണ്ടെന്ന് കുഞ്ഞിനറിയാമല്ലോ. അപ്പം ഏതെങ്കിലും ഒന്ന് വിൽക്കാമെന്ന് കരുതിയാണ് പുതിയ തോട്ടത്തിനൊക്കെ അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പൊളിഞ്ഞു നിൽക്കുകയാണ് സത്യാമ്മ എന്നുള്ളത് കൊണ്ട് ആരും വാങ്ങാനായിട്ട് മുന്നോട്ട് വരുന്നില്ല. ചുളു വിലയ്ക്ക് കിട്ടിയാൽ എടുത്തോളാം എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ പുതിയതായിട്ട് അഡ്വാൻസ് കൊടുത്തിരിക്കുന്നതെല്ലാം കോടികളുടെ നഷ്ടം വരും. അതിനിടയിലാണ് ഈ ആൻ്റപ്പൻ്റെ കാര്യം വന്നിരിക്കുന്നത്. ഒറ്റ ദിവസത്തേക്ക് എന്ന് പറഞ്ഞാണ് അവൻ പൈസ കൊണ്ടുപോയത്. അന്ന് സത്യാമ്മയുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അമ്മ മനസ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വകയിൽ 50 നിർധന യുവതികളുടെ വിവാഹം നടത്താനെന്ന ക്യാഷാണ് ഒറ്റ ദിവസത്തേക്ക് വിഴിഞ്ഞത്ത് കണ്ടെയ്നർ വരും, ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഒറ്റ ദിവസം കൊണ്ട് തരാം എന്നൊക്കെ പറഞ്ഞ് എന്തോരം വർത്തമാനമൊക്കെ പറഞ്ഞാണ് വാങ്ങിക്കൊണ്ട് പോയത്. പക്ഷെ ഇപ്പോൾ ആൻ്റപ്പൻ ചതിച്ചത് തന്നെയാണ്. ഇപ്പോൾ ട്രസ്റ്റിൻ്റെ അംഗങ്ങൾ വരെ വന്ന് സത്യാമ്മയെ തൊലി ഉരിച്ചിട്ട് പോയി എന്നൊക്കെ ഇങ്ങ് സങ്കടത്തോടെ ഈ പിള്ളേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിഷ്ണു ഇതെല്ലാം അന്തം വിട്ട് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. വിഷ്ണുവിന് അന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല സത്യാമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച്. താനുണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അമ്മയുടെ അവസ്ഥ. തുടർന്ന് പിള്ള ബാക്കിയൊക്കെ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. തുടർന്ന് വിഷ്ണു അത്രയും കേട്ട് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് വിഷ്ണു പറയുകയാണ്, പിള്ളച്ചേട്ടൻ സംസാരിച്ച് കഴിഞ്ഞെങ്കിൽ ശാലിനിയെ ഞാൻ വിളിക്കുന്നു എന്ന് പറയാൻ. അന്നേരം അത് കുഞ്ഞേന്നും പറഞ്ഞ് പിള്ള വീണ്ടും നിൽക്കുമ്പോഴും പിള്ളച്ചേട്ടൻ ചെന്ന് പറയുക, ഞങ്ങൾക്ക് ഇറങ്ങണം, റെസ്റ്റോറൻറ്റിൽ കുറച്ച് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് പിള്ളയങ്ങ് പറഞ്ഞു വിടുകയാണ്. പക്ഷെ അന്നേരം ഒക്കെ പിള്ളയ്ക്ക് വിഷ്ണുവിനോട് പറയുമ്പോൾ ഒരു വിശ്വാസം പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പക്ഷേ വിഷ്ണുവിൻ്റെ സംസാരത്തിൽ പിള്ളയ്ക്ക് പ്രതീക്ഷയൊക്കെ പോവുകയാണ്. പിള്ള സങ്കടത്തോടെ തിരിഞ്ഞങ്ങ് പോകുന്നുണ്ട്. പക്ഷെ വിഷ്ണുവിൻ്റെ മുഖം പെട്ടെന്നങ്ങ് മാറുകയാണ്. ഒരു ദേഷ്യവും കോപവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കത്തി ജ്വലിച്ച് വിഷ്ണു നിൽക്കുകയാണ്. അപ്പം സത്യഭാമയുടെ പ്രശ്നത്തിന് വിഷ്ണു പരിഹാരം കാണുക തന്നെ അവിടെ ചെയ്യും. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീയിലേക്ക് ഒരു വാൻ നിറയെ, ഒരു ടെമ്പോ നിറയെ ആളുകൾ വരികയാണ്. പിറകെ ബാലചന്ദ്രൻ്റെ ബൈക്കുമുണ്ട്. ആ വണ്ടിയിൽ നിന്നും ആദ്യം ഇറങ്ങുന്നവരെല്ലാം കൂടി അതായിരിക്കും ഹോട്ടലെന്നും പറഞ്ഞ് കുടുംബശ്രീയിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം ശാരികയെ വണ്ടി വരുന്ന കണ്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്ന് ബാലേന്ദ്രൻ പറയുകയാണ്, അങ്ങോട്ടല്ല ഇവിടെയാണ്, ഇതാണ് ഹൃദയശ്രീ, നല്ല സെറ്റപ്പാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും അങ്ങോട്ട് വിളിക്കുകയാണ്. ബാലേന്ദ്രൻ കൂട്ടിക്കൊണ്ടുവന്ന ആളുകളാണ് അത്. അതേസമയം വണ്ടി വരുന്നത് കണ്ടിട്ട് ശാരദാമ്മ പറയുന്നുണ്ട്, അയ്യോ ഇനി ആളുകൾ വരികയാണല്ലോ എന്ന്. അന്നേരം ശാന്ത അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്, എന്നെ കൊണ്ട് പറ്റില്ല, രാജി ഇത് എവിടെ പോയി, അവളെ കാണാനില്ലല്ലോ എന്നും പറഞ്ഞ്. അന്നേരം അവളൊരു അത്യാവശ്യത്തിന് പോയതാണ് എന്നൊക്കെ ശാരദാമ്മ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ശാന്ത അങ്ങോട്ട് കൂട്ടാക്കുന്നില്ല. എവിടെ പോയാലും രാജിയുടെ ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കില്ലല്ലോ, അതാണ് അവൾക്ക് ഏഴുതരം എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം അവൾക്ക് ആകെ ഞാൻ കുറച്ച് പൈസയല്ലേ കൊടുക്കുന്നത്, അതിൽ നിന്ന് എന്ത് കുറയ്ക്കാനാടിയെന്നും പറഞ്ഞ് ശാരദാമ്മ ശാന്തയെ സമാധാനപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് ബാലേന്ദ്രൻ വിളിച്ചുകൊണ്ട് വന്ന ആൾക്കാരെല്ലാം കൂടി പിന്നെ ഹൃദയശ്രീയിലേക്ക് ആ മുറ്റത്ത് ആ കുടയും കസേര ഇട്ടേക്കുന്നവരെല്ലാം ഇരിക്കുകയാണ്. അന്നേരം ശാന്ത ചൂടാവുകയാണ്, ഇങ്ങനെ പറ്റില്ല, നമ്മുടെ കച്ചവടം അവർ പിടിക്കുകയാണ്, ഞാൻ ചോദിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ശാരദാമ്മ തടയുകയാണ്, നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടും, അവളും ഒരു ഹോട്ടൽ നടത്തുകയല്ലേ, അങ്ങോട്ട് പോകണവർ പൊയ്ക്കോട്ടെ എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. ഇതേ സമയത്ത് എല്ലാവർക്കുമുള്ള ഭക്ഷണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ അവരോടൊക്കെ പറയുകയാണ്. തുടർന്ന് ശാരികയോട് പറയുന്നുണ്ട്, ഇത്രയും പേർക്ക് ഊണ് കൊടുക്കണമെന്ന്. അന്നേരം ബാലചന്ദ്രനെ മാറ്റി നിർത്തി ശാരിക സംസാരിക്കുന്നുണ്ട്, ബാലേട്ട് എന്തൊക്കെയാ പറയുന്നത്, ഇത്രയും പേർക്കുള്ള ഊണൊന്നും ഇവിടെ ഇല്ല എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുകയാണ്,
ടൗണിൽ പാർട്ടി പരിപാടിക്ക് വന്ന് ഘോരം മുദ്രാവാക്യം വിളിച്ചവരാണ്. ഇനി ഇല്ലാന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കൂടി എൻ്റെ മുതുകത്ത് കയറിയുന്ന പത്രസമ്മേളനം നടത്തും. നാണക്കേടായല്ലോ എന്ന്. അന്നേരം ബാലേട്ടൻ എന്നോട് ഇവർ വരുന്ന മുൻകൂട്ടി പറഞ്ഞില്ലല്ലോ, പിന്നെ രാവിലെ ആരും വരാത്തത് കൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ അത്രയ്ക്കുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല എന്ന്. എന്നിട്ട് ശാരിക ചോദിക്കുന്നുണ്ട്, നമുക്ക് എവിടെന്നെങ്കിലും പാഴ്സൽ വാങ്ങിച്ചാലോ എന്ന്. അന്നേരം അത് മാനക്കേടാണ്, നമ്മൾ ഹോട്ടൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ചീത്തപ്പേരുണ്ടാവാൻ അത് മതി എന്നൊക്കെ പറയുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയാണ്. അന്നേരം ശാരിക പറയുന്നുണ്ട്, കുറച്ചെല്ലാം ഉണ്ട്, ഒന്നുകൂടി പൊലിപ്പിച്ചാൽ മതി, കൈസഹായത്തിന് പാചകം അറിയാവുന്ന ഒരാളെ കിട്ടിയാൽ പെട്ടെന്ന് റെഡിയാക്കാം. അന്നേരം അതിനിപ്പോൾ ആരെ കിട്ടാനാന്നും പറഞ്ഞ് ബാലചന്ദ്രൻ നിൽക്കുമ്പോൾ ബാലേട്ടൻ തന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ ഒരു ചമ്മന്തി അരയ്ക്കാൻ പോലും നേരെ ചൊവ്വ എനിക്കറിയില്ല, ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് അവരാകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് ശാരദാമ്മ ശ്രദ്ധിക്കുന്നുണ്ട് ഇവരുടെ സംസാരങ്ങളും എല്ലാം. ഈ സമയത്തും രാജി വരികയാണ്. രാജി കുടുംബശ്രീയുടെ മുറ്റത്തേക്ക് വന്നിട്ട് ഹൃദയശ്രീയിലേക്കും കുടുംബശ്രീയിലേക്കും നോക്കി നിൽക്കുകയാണ്. അന്നേരം ശാന്ത പറയുന്നുണ്ട്, ദേ രാജി വരുന്നല്ലോ എന്ന്. പക്ഷെ രാജി കുടുംബശ്രീയിലേക്ക് വരുന്നില്ല, രാജി നേരെ ഹൃദയശ്രീയിലേക്കാണ് വരുന്നത്. പിന്നെ അകത്തേക്ക് കയറാം ബാലേന്ദ്രൻ്റെ ശാരീരിക അടുത്തേക്ക് വരികയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയാൻ പോവുകയാണ്, ഇനി രക്ഷയില്ലല്ലോ. അപ്പോൾ അതേ ഒരു കാര്യം, ഇവിടെ ഭക്ഷണമില്ല എന്നിങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ശാരിക രാജിയെ കാണുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, അവൾ കേൾക്കെ പറയണ്ട, അവൾ പോയിട്ട് പറയാമെന്ന്. രാജി കേൾക്കണ്ട എന്നാണ് ശാരിക ഉദ്ദേശിച്ചത്. പക്ഷെ രാജിയാണെങ്കിൽ അങ്ങ് ബാലേന്ദ്രനെ ശാരിക അടുത്തേക്ക് വരുമ്പോൾ നിനക്കെന്താ ഇവിടെ കാര്യമെന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അന്നേരം എന്തെങ്കിലും ജോലി ഉണ്ടോ എന്നറിയാൻ വന്നതാണെന്ന് പറയുമ്പോൾ നിനക്ക് കുടുംബശ്രീയിലല്ലേ ജോലി എന്ന് പറയുന്നുണ്ട്. അന്നേരം അവിടെ പട്ടിപ്പണിയാണ്, ശമ്പളം ഒന്നും കൂടുതൽ കിട്ടില്ല, അവിടത്തേക്കാൾ കൂലി കൂടുതൽ കൂട്ടി തന്നാൽ ഞാൻ ഇവിടെ നിന്നോളാന്ന് രാജി പറയുന്നുണ്ട്. അന്നേരം ശാരിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ശാരി പറഞ്ഞാൽ ഇവിടെ പണിയൊന്നുമില്ല എന്ന് പറയാൻ തുടങ്ങുമ്പോൾ ബാലേന്ദ്രൻ തടുക്കുകയാണ്. നിനക്ക് അവിടെ എത്ര കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ 500 എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഇവിടെ 750, ഇന്ന് തന്നെ ജോലിക്ക് കയറിക്കോന്ന് രാജിയോട് ബാലേന്ദ്രൻ പറയുകയാണ്. പക്ഷെ അത് കേട്ട് ശാരിക ഒരല്പം സംശയിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ ശാന്തയോട് സംസാരിക്കുന്നെങ്കിലും അവിടോട്ടാണ് ശാരദാമ്മയുടെ ശ്രദ്ധ മുഴുവൻ. എനിക്ക് തോന്നുന്നത് ഇനി ശാരദാമ്മ പറഞ്ഞിട്ടാകണം രാജി അങ്ങോട്ടത്തേക്ക് പോയത്. തുടർന്ന് ബാലചന്ദ്രൻ രാജിയോട് പറയുന്നുണ്ട്, ഇവർക്ക് എല്ലാമുള്ള ഭക്ഷണം ഉണ്ടാക്കണം, പെട്ടെന്നാകണമെന്ന്. എന്നിട്ട് അവരോടും പറയുന്നുണ്ട് ഇപ്പോൾ ഭക്ഷണം റെഡി ആവുമെന്ന്. തുടർന്ന് ബാലേന്ദ്രൻ ശാരികയോട് പറയുകയാണ്, ഇപ്പോൾ ഇത് തന്നെയാണ് ബുദ്ധി, പിന്നെ കൂലി കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് അവൾ ചങ്ക് പറിച്ച് കൂടെ നിൽക്കും, നിനക്ക് എന്തായാലും ഒരാളിനെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ശാരദാമ്മയുടെ സൂത്രപ്പണി അറിയാവുന്ന ഒരാൾ കൂടി ആകുമ്പോൾ നമ്മളിത് പൊളിക്കും, കുടുംബശ്രീ നമുക്ക് പൊട്ടിക്കാം എന്നൊക്കെ പറയുമ്പോൾ ശാരികയെ സന്തോഷം നിൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ ശാന്ത കാണാതെ ഫോണുമായിട്ട് അടുക്കളയുടെ പിന്നാമ്പുറത്തേക്ക് വരുന്നുണ്ട്. ഇതേസമയം രാജി അകത്ത് പോയിട്ട് ശാരദാമ്മയെ ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് അവർ സമ്മതിച്ചു എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട് രാജി. അന്നേരം ഞാനാണ് ഇതിന് പിന്നിലെന്ന് ആരും അറിയരുത് എന്നൊക്കെ ശാരദാമ്മ പറയുകയാണ്. അന്നേരം എന്നാലും ശാരദാമ്മ എന്നോട് ചെയ്തത് കൊലച്ചതിയായി പോയി, ശാന്തയൊക്കെ എന്നെക്കുറിച്ച് എന്ത് കരുതും, ഞാൻ ഇനി അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞ് രാജി സങ്കടപ്പെടുന്നുണ്ട്. അന്നേരം അതൊന്നും സാരമില്ല, അവളും ഒരു ഹോട്ടൽ തുടങ്ങിയിരിക്കുക ല്ലേ. അപ്പോൾ ശാരികയാണെങ്കിൽ ആരുടെയും മുമ്പിൽ തല കുനിക്കാൻ പാടില്ല, അവളും വളരട്ടെ, ഞാനാണെന്ന് ആരും അറിയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ശാരിക വരുന്നുണ്ട് രാജി ചേച്ചി എന്നും പറഞ്ഞിട്ട്. അന്നേരം രാജി പെട്ടെന്ന് ഫോൺ അങ്ങോട്ട് മാറ്റി പിടിക്കുകയാണ്, ഫോൺ കട്ടാവുന്നില്ല. അന്നേരം ഇനി ഭക്ഷണം തയ്യാറാക്കാൻ എത്ര സമയം വേണ്ടിവരും ചോദിക്കുമ്പോൾ പകുതി ഭക്ഷണമുണ്ടല്ലോ, എല്ലാവർക്കും ഇലയിട്ട് അതങ്ങോട്ട് വിളമ്പ്, ഒരു പകുതി കഴിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് റെഡിയാക്കാമെന്ന് രാജി പറയുന്നുണ്ട്. തുടർന്ന് അത് ശരി സമ്മതിച്ച് ശാരിക പോകുമ്പോൾ പിന്നീട് ശാരദാമ്മയോട് പറയുന്നുണ്ട്, കുറച്ച് ജോലിയുണ്ട്, ശരി ശാരദാമ്മയെന്നും പറഞ്ഞ് രാജി അങ്ങ് ഫോൺ വെക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മയുടെ ബുദ്ധിയായിരുന്നു ഇത്. ശാരികയുടെ വളർച്ചയ്ക്ക് വേണ്ടി രാജി അങ്ങോട്ടത്തേക്ക് പറഞ്ഞു വിട്ടതും ശാരദാമ്മ തന്നെയാണ്. തുടർന്ന് ശാരദാമ്മ ഫോൺ വെച്ച ശേഷം താൻ പറഞ്ഞതൊക്കെ ശാന്ത അപ്പുറത്ത് നിന്ന് കേട്ടിരുന്നു. അന്നേരം ശാരദാമ്മയോടൊന്നും ചോദിക്കുന്നില്ല, ദയനീയമായി നോക്കുന്നത് മാത്രമേ ഉള്ളൂ, ഒരു പരസ്പരം മിണ്ടുന്നില്ല. ശാന്ത തിരിച്ചങ്ങ് ഹോട്ടലിലേക്ക് പോവുകയും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ പിള്ളയും രാഘവൻ നായരും പൊന്നിയും സത്യഭാമയും ഹാളിലുണ്ട്. ഭാമയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എല്ലാവരോടുമായിട്ട് എനിക്കൊരു തീരുമാനം പറയാനുണ്ട് എന്ന് ഭാമ പറയുമ്പോൾ പ്രീതി കുഞ്ഞിനെ വിളിക്കണമെന്ന് പൊന്നി ചോദിക്കുന്നുണ്ട്. അന്നേരം വേണ്ട, അവളോട് ഞാൻ പിന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് രാഘവൻ നായരുടെ അടുത്തേക്ക് സെറ്റിയിൽ ഭാമ ഇരിക്കുകയാണ്. സങ്കടത്തോടെയാണ് ഇരിക്കുന്നത്. ഇതുവരെ ഞാൻ എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നു, പക്ഷേ അന്ന് ഞാൻ തീരുമാനം എടുക്കുമ്പോൾ രാഘവേട്ടൻ അതിനെ എതിർത്തെങ്കിലും ഞാനതൊന്നും കാര്യമാക്കിയില്ല, അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുകയായിരുന്നു. ഇപ്പോൾ അവസാനമായിട്ട് ഞാനൊരു തീരുമാനം
എടുക്കുകയാണ്. അത് നടപ്പിലാക്കാനും രാഘവേട്ടൻ എന്നെ അനുവദിക്കണം, എതിർക്കരുത് എന്നൊക്കെ പറയുമ്പോൾ രാഘവൻ നായർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാമ എന്താണ് പറയുന്നതെന്ന്. തുടർന്ന് സത്യഭാമ തൻ്റെ തീരുമാനം പറയുകയാണ്. ഇപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട്, അധികം ബാധ്യതകൾ എല്ലാം തീർക്കാനായിട്ട് നമുക്ക് ഈ വീട് വിൽക്കാം എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ അന്തം വിട്ടിരിക്കുകയാണ്. രാഘവേട്ടൻ്റെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയ വീട് തന്നെയാണ്, പക്ഷേ നമുക്കിത് വിറ്റേ കഴിയൂ. പെട്ടുപോയി രാഘവേട്ട, എൻ്റെ തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നു, ഇതല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ രാഘവേട്ടൻ്റെ അഭിപ്രായം എന്ന് കരഞ്ഞുകൊണ്ടാണ് ഭാമ ചോദിക്കുന്നത്. അന്നേരം ആ ഒരു ഷോ വിൽക്കാമെന്ന് പറഞ്ഞാൽ ഷോക്കിൽ നിന്ന് രാഘവൻ നായർ പുറത്തേക്ക് വന്നില്ല. എന്നിട്ടും രാഘവൻ നായർ പെട്ടെന്നൊരു വെപ്രാളപ്പെട്ട് പറയുന്നുണ്ട്, വിൽക്കാം, വിറ്റേക്കാം, വിട്ട് കളഞ്ഞേക്കാം, പിന്നെ എൻ്റെ തീരുമാനം എന്തായിരിക്കണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ നീ ഒന്ന് ചിന്തിക്കണം, നീ മറ്റുള്ളവർക്കെതിരെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ എല്ലാം നിനക്ക് തിരിച്ചടിയായിട്ട് വരുന്നത്. നീ ഇതെല്ലാം ചെയ്ത് കൂട്ടിയത് ആ ശൂർപ്പണയ്ക്ക് വേണ്ടിയില്ലേ, നിന്റെ കൂട്ടുകാരിയുടെ മകൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ബിസിനസ്സിൻ്റെ തകർച്ചയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അന്ന് ആ ഷാജഹാൻ്റെ അവിടെ പൈസ പിരിക്കാനായിട്ട് ചെന്നപ്പോൾ അയാളുടെ ഭാര്യ വരെ ശല്യം ചെയ്യുന്നു എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ നീ എന്താണ് പറഞ്ഞത്? പണം തിരിച്ചു പിടിക്കാനായിട്ട് ഏത് വഴിയും സ്വീകരിക്കാമെന്നല്ലേ? അങ്ങനെയൊന്നും പാടില്ല, നീ ചെയ്ത് തന്നെയാണ് നിനക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭാമേ. ആദ്യം മനുഷ്യനാകണം, നല്ലൊരു മനുഷ്യനാകണം എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ അങ്ങ് കരയുന്നുണ്ട്. പിള്ളയും പൊന്നിയൊക്കെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഭാമ അതെല്ലാം രാഘവൻ നായർ പറയുന്നതെല്ലാം തലകുലിക്ക് സമ്മതിക്കുകയാണ്. എത്ര പേരുടെ കണ്ണീര് ശാപവുമാണ് നിന്റെ മേൽ വീണതെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരദാമ്മയെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും ശാരദാമ്മ കരഞ്ഞു പറഞ്ഞതും പിന്നീട് പത്മാവതിയെ മണ്ണ് വാരി എറിഞ്ഞ് ശപിച്ചതും വിഷ്ണുവും ശാലിനിയും പാറുമോളയും കൊണ്ട് ഇറങ്ങിയതുമൊക്കെ ഓർത്ത് ഭാമ അങ്ങ് കരയുകയാണ്. വീണ്ടും രാഘവൻ നായർ സങ്കടത്തോടെ പറയുന്നുണ്ട്, അന്ന് ശാരദാമ്മയുടെ ഹോട്ടലിൽ കൈവിട്ട് പോകുന്നതായപ്പോൾ വിഷ്ണു ഒരു ആധാരവും പിടിച്ചുകൊണ്ട് ഇവിടത്തേക്ക് വന്നു. പക്ഷെ അതൊന്ന് വാങ്ങിച്ചു പോലും നോക്കാൻ തയ്യാറാകാതെ നീ പറഞ്ഞു അന്ന് ഇവിടെ പണമില്ല എന്ന്. പക്ഷെ അതേ വിഷ്ണു തന്നെ അന്ന് സൈക്കിൾ റേസിൽ സമ്മാനം വാങ്ങുകയും ട്രോഫി നിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ഒക്കെ ചെയ്തു. അന്ന് വിഷ്ണു ജയിച്ചില്ലായിരുന്നെങ്കിൽ ശാരദാമ്മയുടെയും മക്കളുടെയും അവസ്ഥ എന്താകുമായിരുന്നു? പെൺമക്കളെയും കൂട്ടി പിടിച്ചുകൊണ്ട് അവർക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമായിരുന്നില്ലേ? അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നീയും നിൽക്കുന്നത്. കോടികൾ ഉണ്ടായിട്ടും അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിനൊക്കെ ഒരു കടലാസ് കഷ്ണത്തിന് വില പോലും ഇല്ലല്ലോ ഭാമ എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായരും അങ്ങ് കാര്യം വിതുമ്പുകയൊക്കെ ചെയ്യുകയാണ്. പക്ഷേ അതൊക്കെ തല കുനിച്ചിരുന്ന് ഭാമ സമ്മതിക്കുകയാണ്. തുടർന്നും സത്യഭാമ പറയുന്നുണ്ട്, പറ്റിപ്പോയി രാഘവേട്ട, ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ രാഘവൻ നായർ പറയുന്നുണ്ട്, ഭാമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനിയും സമയമുണ്ട്. ഇതൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ മോൻ വിഷ്ണുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ, അത് നീ വിചാരിക്കണമെന്ന് പറയുമ്പോൾ അതുവരെ കരഞ്ഞിരുന്ന സത്യഭാമയാണെങ്കിൽ അഹങ്കാരത്തോടെയും ദേഷ്യത്തോടെയും ചാടി എഴുന്നേൽക്കുകയാണ്. ഇല്ല, ഇനി ഈ ഒരു കാര്യത്തിന് വേണ്ടി വിഷ്ണുവിൻ്റെ മുമ്പിൽ ഈ ഭാമ എന്തായാലും തല കുനിക്കില്ല. ഈ ഒരു തീരുമാനം കൂടി എടുക്കാൻ രാഘവേട്ടൻ എന്നെ അനുവദിക്കണമെന്ന് ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ തോറ്റു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭാമ അങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് ആകെ വിഷമിച്ചിരിക്കുന്ന രാഘവൻ നായരോട് പിള്ള പറയുന്നുണ്ട്, വിഷ്ണു കുഞ്ഞിനെ അറിയിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ ഇതിനെക്കുറിച്ച് ചില സൂചനകളൊക്കെ വിഷ്ണു കുഞ്ഞിനോട് പറഞ്ഞിരുന്നു, പക്ഷെ അത് കേട്ടതായിട്ട് പോലും വിഷ്ണു കുഞ്ഞ് ഭാവിച്ചില്ല എന്ന് പറയുമ്പോൾ രാഘവൻ നായർക്ക് ആ ഒരു അവസാന പ്രതീക്ഷ കൂടി അങ്ങ് നഷ്ടപ്പെടുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ രാഘവൻ നായർ അങ്ങ് ആകെ വിറങ്ങലിച്ച് ആ വീൽ ചെയറിൽ തന്നെ വിഷമിച്ചിരിക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. പക്ഷേ സത്യഭാമയ്ക്ക് വീടൊന്നും വിൽക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു. വിഷ്ണു തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക തന്നെ ചെയ്യും. അതാണ് അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.